നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രഭാത കേരളം തുടങ്ങുകയാണ്. നിരവധി വാർത്തകളും വിശേഷങ്ങളും ഒക്കെയുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്ന്. നമുക്ക് എന്തായാലും ഈ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ വരാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. കോൺഗ്രസ് കാസർകോട് ജില്ലാ നേതൃയോഗത്തിൽ ക്ഷുഭിതനായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മണ്ഡലം പ്രസിഡന്റുമാരിൽ ഭൂരിഭാഗം പേരും യോഗത്തിനെത്താത്തതാണ് പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിച്ചത്. ഇത്തരമൊരു സാഹചര്യത്തിൽ എന്ത് വിശ്വസിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന പ്രസംഗത്തിനിടെ വി.ഡി. സതീശൻ വിമർശിച്ചു. ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടതല്ലേ ഉള്ളൂ എന്നും ആരംഭ ശൂരത്വമെങ്കിലും കാണിക്കണ്ടേ എന്നും വി.ഡി. സതീശൻ ചോദിച്ചു. യോഗത്തിനെത്താത്തവർക്ക് നോട്ടീസ് നൽകാനും വി.ഡി. സതീശൻ നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഒരു യോഗം എടുത്തിട്ട് ഇതിൽ വരാത്ത മണ്ഡലം പ്രസിഡന്റ് മാറ്റാൻ എളുപ്പമാണ്, വെക്കാനാണ് പാട്. വെക്കാൻ ഭയങ്കര പാടാണ്, മാറ്റാനും വളരെ എളുപ്പമാണ്. പെട്ടെന്ന് മാറ്റാം, ഉറപ്പായിട്ടും മാറ്റേണ്ടി. ഇതിന് വരാത്തല്ല, ഇപ്പൊ നോട്ടീസ് കൊടുക്കുക ഒരു തക്കതായ മറുപടി. ഇതുപോലൊരു യോഗം തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഒരു യോഗം വിളിച്ചിട്ട് ഇപ്പൊ വന്നില്ല മണ്ഡലം പ്രസിഡന്റുമാർ. ആരംഭ ശൂരത്വം കൊണ്ട് കാണിക്കുന്നു. വന്നതിന്റെ കുറച്ചാളെങ്കിലും ഒരു ജോലക്കായി കഴിയുമ്പോൾ ഒന്ന് ടയർഡാവും. അപ്പൊ വേണമെങ്കിൽ വരാതൊക്കെ ഇരിക്കാൻ മീറ്റിംഗ്. മര്യാദ ഇല്ലാത്ത പരിപാടിയാണ്, ഒരു മര്യാദ കാണിക്കാത്ത പരിപാടിയാണ്. ഒരു കാരണവശാലും അത് വെച്ചു കുറിപ്പിക്കാൻ പറ്റുന്ന പരിപാടിയാണ്. ഇങ്ങനെയുള്ളവരെയൊക്കെ വിശ്വസിച്ച് നമ്മളെങ്ങനെ തെരഞ്ഞെടുപ്പിന് ഇറങ്ങണത്? എന്ത് വിശ്വസിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിന് ഇറങ്ങണത്? ഈ ഒരു യോഗത്തിൽ DCCയുടെ ഒരു യോഗത്തിൽ വിളിച്ചിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചിട്ട് വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നടക്കും. കോൺഗ്രസിന്റെ പ്രതിഷേധ സമരമായ സമരാഗ്നിയുടെ ആസൂത്രണം വിലയിരുത്താനാണ് യോഗം വിളിച്ചത്. KV ബൈജു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ബൈജു, ഈ മണ്ഡലം പ്രസിഡന്റുമാർ യോഗത്തിനെത്താത്തത് മാത്രമാണോ യോഗം അലങ്കോലമാവാനും ഒപ്പം വി.ഡി. സതീശനെ ചൊടിപ്പിക്കാനും കാരണം? മറ്റെന്തെങ്കിലും സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? ഭവ്യ, പ്രധാനമായും ഭൂരിഭാഗം മണ്ഡലം പ്രസിഡന്റുമാരും ഒപ്പം 3 ബ്ലോക്ക് പ്രസിഡന്റുമാരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമായിരുന്നു ഇത്. കാരണം ഈ മാസം 21-ാം തീയതി മഞ്ചേശ്വരത്ത് നിന്നും KPCC പ്രസിഡന്റും ഒപ്പം കെ സുധാകരനും ഒപ്പം പ്രതിപക്ഷ നേതാവും പങ്കെടുക്കുന്ന സമരാഗ്നി എന്ന ഒരു സംസ്ഥാന യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇനി വിലയിരുത്താൻ ചേർന്ന ഒരു യോഗം കൂടിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമായിരുന്നു. ഇത്തരം ഒരു യോഗത്തിൽ പോലും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവർ വരുന്നില്ലെങ്കിൽ തങ്ങൾ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? മാത്രം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വളരെ അരികിലെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു യോഗം വിളിച്ചാൽ ആ യോഗത്തിന് പോലും എത്താതിരുന്നാൽ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ് പ്രധാനമായും വി.ഡി. സതീശൻ ചോദിച്ചത്. അത് മാത്രമല്ല, ഇത്തരത്തിൽ അടുത്തതായി തെരഞ്ഞെടുത്താണ് ഇവർ ആരംഭശൂരത്വം കാണിക്കേണ്ടേ, അതുപോലും ഉണ്ടാകുന്നില്ല പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും എന്നും വി.ഡി. സതീശൻ പറയുകയുണ്ടായി. മാത്രമല്ല, ഇവർക്ക് നോട്ടീസ് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മറ്റിടങ്ങളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ വേഗത്തിൽ തീർക്കുമെന്നും ഈ 2.5 വർഷം മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ കാസർഗോഡ് നിന്നുള്ള ഈ സമരാഗ്നിയോടുകൂടി തുടക്കമിടുന്നതെന്നും വി.ഡി. സതീശൻ പറയുന്നു. ഏതായാലും സ്ഥാനാർത്ഥികൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തണം. എന്തായാലും അത്തരത്തിൽ ഒരു പണി എന്തായാലും കാര്യമായി എടുക്കണമെന്ന് സതീശൻ ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തൊട്ടരികിലെത്തി നിൽക്കെ ഒരു യോഗം വിളിച്ചാൽ പ്രവർത്തകരെ ഒപ്പം നേതാക്കൾ പോലും പങ്കെടുക്കാത്ത ഒരു സാഹചര്യം
കോൺഗ്രസിന് വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എന്നാലും തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സമരാഗ്നി എന്ന പരിപാടി. ആ ഒരു കാരണം കൂടി കൊണ്ടാണ് സമരാഗ്നി എന്ന പരിപാടി നടക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു ജാഥ കൂടിയാണത്. ഈ ജാഥയിൽ എല്ലാ നേതാക്കളും പങ്കെടുക്കുന്ന വലിയ ഒരു പരിപാടിയായി മാറ്റാനാണ് ഈ ജാഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ വിളിച്ച യോഗത്തിൽ പോലും ആൾക്കാർ ഇത്തരത്തിൽ നേതാക്കൾ പങ്കെടുക്കുന്നില്ല എന്നതാണ് ഈ വി ഡി സതീശനെ വലിയ തോതിൽ ചൊടിപ്പിച്ചത്. എന്തായാലും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വി ഡി സതീശൻ ഇക്കാര്യം ഈ വേദിയിൽ പറഞ്ഞത്. ഇതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും ഈ യോഗത്തിൽ പങ്കെടുക്കാത്തവർക്ക് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചു. മാത്രമല്ല ഇത്തരത്തിൽ അടുത്തായി തെരഞ്ഞെടുത്ത മാത്രമാണ് ഭാരവാഹികളെ, ഇനിയും മാറ്റാൻ സമയമുണ്ടല്ല എന്നൊരു കമന്റ് കൂടി വി ഡി സതീശൻ പറഞ്ഞു. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനിയും കോൺഗ്രസ് വളരെ ദൂരം സഞ്ചരിക്കാനുണ്ട്, അല്ലെങ്കിൽ സജ്ജമാകാനുണ്ട് എന്നാണ് ഈ വി ഡി സതീശന്റെ ഈ വാക്കുകളിൽ നിന്നും, ഈ നിരാശയിൽ നിന്നും, വി ഡി സതീശൻ നിരാശ കലർന്ന വാക്കുകളിൽ നിന്നും വ്യക്തമാക്കുന്നത്. ഭവ്യ, ബൈജു, ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് സംഘടനാ സംവിധാനം കുത്തഴിഞ്ഞ നിലയിലാണ്, താഴെത്തട്ടിലെ സംവിധാനങ്ങൾ പോലും കുത്തഴിഞ്ഞ നിലയിലാണെന്നാണോ ഈ സംഭവം സൂചിപ്പിക്കുന്നത്? അതുതന്നെയാണോ വി ഡി സതീശനും പറയാതെ പറയുന്നത്? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വി ഡി സതീശൻ ഓർമ്മിപ്പിക്കുന്നത്, പുതുതായി തെരഞ്ഞെടുത്തതല്ലേ ഉള്ളൂ, ആരംഭ ശൂരത്വമെങ്കിലും നിങ്ങൾ കാണിക്കണ്ടേ എന്ന ഒരു വാക്കാണ് ഇതിൽ വി ഡി സതീശൻ ആ പ്രസംഗത്തിനിടെ മറ്റൊരു വാക്ക് പറയുന്നത്. അത് തീർച്ചയായും ദുർബലമായ ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് ഉണ്ടാകുന്നത് ഇപ്പോൾ നിലവിലുള്ളതെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമായിരുന്നു ഇത്. ഈ പരിപാടി ഇനി നടക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇത്രയും വലിയൊരു പരിപാടി ആസൂത്രണം ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങൾ അന്തിമഘട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വി ഡി സതീശൻ കാസർഗോട്ടേക്ക്, തിരുവനന്തപുരത്ത് പരിപാടിയിലുണ്ടായിരുന്ന വി ഡി സതീശൻ കാസർഗോട്ടേക്ക് എത്തുന്നു. എന്നിട്ടും ഈ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം പ്രസിഡന്റുമാർ, ഒപ്പം 3 ബ്ലോക്ക് പ്രസിഡന്റുമാരായിരുന്നു ഇതിൽ വരാതിരുന്നത്. ഇത്തരം നേതാക്കൾ എത്താത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് തുടക്കത്തിൽ തന്നെ പ്രസംഗത്തിനിടെ തന്റെ ഈ നീരസം വി ഡി സതീശൻ പ്രകടമാക്കിയത്. എന്തായാലും ഇനിയും കോൺഗ്രസ് വലിയ തോതിൽ ഇത്തരത്തിൽ ഇനി സജ്ജം ആവാനുണ്ടെന്ന് തന്നെയാണ് വി ഡി സതീശൻ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. സംസ്ഥാനത്ത് മറ്റിടങ്ങളിലും പ്രശ്നമുണ്ടെന്നും വി ഡി സതീശൻ പറയുന്നു. ഇതൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തീർക്കും. പക്ഷേ അത് ഏത് രീതിയിലായിരിക്കും എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും വളരെ ചെറിയ ഒരു സദസ്സിന് മുന്നിലാണ് ഈ യോഗ വിലയിരുത്തൽ ഉണ്ടായത്. ഈ പരിപാടി വലിയ തോതിൽ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ സംസ്ഥാന തലത്തിൽ തന്നെയുള്ള ഒരു യാത്രയാണ്. ആ യാത്ര 21-ന് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിക്കും. കെ സുധാകരൻ, ഒപ്പം വി ഡി സതീശൻ, മറ്റ് നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന വലിയ ഒരു ജാഥക്കാണ് കാസർഗോഡ് നിന്ന് തുടക്കമിടാൻ പോകുന്നത്. ആ ജാഥയുടെ യോഗത്തിൽ പോലും അതിന്റെ തീരുമാനങ്ങൾ, മറ്റു കാര്യങ്ങൾ, ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് പോലും ഇത്തരത്തിൽ നേതാക്കൾ എത്താത്തതാണ് വലിയ തോതിലുള്ള വിമർശനത്തിനിടയാക്കിയത്. ആ നിരാശ വി ഡി സതീശന്റെ മുഖത്തും കാണാമായിരുന്നു. അദ്ദേഹം വന്നപ്പോൾ തന്നെ ഈ പുതുതായി തെരഞ്ഞെടുപ്പ് മണ്ഡലം പ്രസിഡന്റുമാരെ കുറിച്ച് അന്വേഷിച്ചു. പക്ഷേ അവർ എത്തിയില്ല എന്ന വിവരമാണ് വി ഡി സതീശന് കിട്ടിയത്. ഇതോടുകൂടി എന്തായാലും നോട്ടീസ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് വളരെ തൊട്ടരികിലെത്തി നിൽക്കെ ഇപ്പോൾ പുതുതായി തെരഞ്ഞെടുത്ത പ്രസിഡന്റുമാരെ മാറ്റുക, പകരം മറ്റൊരു പ്രസിഡന്റുമാരെ നിയോഗിക്കുക, ഇതൊന്നും ഇനി സാധ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചോളം തെരഞ്ഞെടുപ്പ് അരികിലെത്തിക്കുക വളരെ ദൂരം ഇനി പ്രവർത്തകർ സഞ്ചരിക്കാനുണ്ട് എന്നതാണ് ഈ ഒരു പ്രസംഗത്തിൽ നിന്നും, വി ഡി സതീശന് നിരാശ കലർന്ന ഈ പ്രസംഗത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭവ്യ, ബൈജു, ഈ പ്രാദേശിക നേതാക്കളുടെ അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റുമാരുടെയൊക്കെ നിരുത്തരവാദിത്വം ഏതു തരത്തിലായിരിക്കും ജില്ലയെ ബാധിക്കാൻ പോകുന്നത്, പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ? തീർച്ചയായും കാസർഗോഡ് ജില്ലയിൽ നമുക്കറിയാം, രാജ്മോഹൻ ഉണ്ണിത്താൻ വലിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. ഇത്തവണയും നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം രാജ്മോഹൻ ഉണ്ണിത്താനുമായി സംസാരിക്കുകയുണ്ടായി. വലിയ വിജയ പ്രതീക്ഷയോടെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ പോലും നേതാക്കളുടെ ഭാഗത്തു നിന്ന് പോലും ഈ അലസത, അത് UDF സംവിധാനത്തെ സംബന്ധിച്ച് വലിയ ക്ഷീണമുണ്ടാക്കും. ഈ ഉണ്ണിത്താൻ തന്നെ കാസർഗോഡ് വീണ്ടും മത്സരിക്കുന്ന എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അത്തരത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താനും പ്രതികരിച്ചത്. ഈ ഉണ്ണിത്താനും ഈ സദസ്സിൽ വേദിയിൽ ഉണ്ടായിരുന്നു. ഈ ഉണ്ണിത്താന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു വി ഡി സതീശന്റെ വിമർശനം. എന്തായാലും ഈ ഇത്തരത്തിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ പോലും ഈ ഇത്തരം മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കാത്തത് മറ്റ് അണികളിടയിൽ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന വി ഡി സതീശൻ ഒരു ചോദിച്ചോളട്ടെ. പ്രതിപക്ഷ നേതാവ് അടക്കം നേരിട്ടെത്തിയ ഒരു യോഗത്തിൽ മണ്ഡലം പുതുതായി അത് എടുത്തു പറയണം, പുതുതായി നേതാക്കളായ അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റുമാരായവർ എത്താത്തതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ?
ഈ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ നേതാക്കളുടെയും ഒരു അലസതയായാണ് വി ഡി സതീശൻ ഇതിനെ കാണുന്നത്. ഇത്തരത്തിൽ പുതുതായി തെരഞ്ഞെടുത്തവരാണ് ഭൂരിഭാഗം പേരും പങ്കെടുക്കാത്ത ഒരു സാഹചര്യം വരുന്നത്. ഈ മുൻകൂട്ടി അറിയിച്ച ഒരു പരിപാടിയാണ്. പരിപാടി വേണമെങ്കിൽ മാറ്റാൻ എളുപ്പമാണ്, പക്ഷേ ഒരു പരിപാടി സംഘടിപ്പിക്കാനാണ് ബുദ്ധിമുട്ട് എന്ന് വി ഡി സതീശൻ ഈ പ്രസംഗത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്. എന്തായാലും ഒരു അലസതയായി ഇത്തരത്തിൽ കാണുന്നത് തന്നെയാണ് വി ഡി സതീശന്റെ ഇത്തരം ഒരു തുറന്നു പറച്ചിൽ നിന്നും വ്യക്തമാക്കുന്നത്. ഈ നേതൃയോഗത്തിൽ പലതരത്തിലുള്ള വിമർശനവും വി ഡി സതീശൻ ഉന്നയിക്കുകയുണ്ടായി സംസ്ഥാന തലത്തിൽ നടക്കുന്ന പല സംഭവങ്ങളിലും. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലാണ് ഇരിക്കുന്നത്. ജീവൻ മരണ പോരാട്ടമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്നത്. ആ ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റ് പ്രതീക്ഷിക്കുന്ന കേരളത്തിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ യാത്രകൾ ആരംഭിക്കുന്ന ഒരു ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രചരണത്തിന് തുടക്കം കുറിക്കുന്ന ഒരു ജാഥ ആരംഭിക്കുന്നതാണ്. ഈ ജാഥയുടെ സംഘാടനത്തിലാണ് ഇത്തരത്തിലൊരു പിഴവ് ഉണ്ടായത്. അതാണ് കൂടുതലായും ഇത്തരത്തിൽ വി ഡി സതീശനെ ചൊടിപ്പിച്ചത്. എന്തായാലും ഈ യോഗത്തിനെത്താത്ത യോഗത്തിനെത്താത്ത എല്ലാ ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാർക്കും നോട്ടീസ് നൽകും. ഏത് നടപടി സ്വീകരിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ഇവരുടെ വിശദീകരണം എന്താണ് എന്നതാണ് ഇനി അറിയേണ്ടതും. ഭവ്യ, ശരി. എന്തായാലും കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ നേതൃയോഗത്തിൽ പ്രതിപക്ഷ നേതാവ് ശുഭിതനായിരിക്കുന്നു. മണ്ഡലം പ്രസിഡന്റുമാരിൽ ഭൂരിഭാഗം പേരും യോഗത്തിനെത്താത്തതാണ് പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഒരു യോഗം വിളിച്ചിട്ട് ഇതിൽ വരാത്ത മണ്ഡലം പ്രസിഡന്റ് മാറ്റാൻ എളുപ്പമാണ്, വെക്കാനാണ് പാട്. വെക്കാൻ ഭയങ്കര പാടാണ്, മാറ്റാൻ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് മാറ്റാം, ഉറപ്പായിട്ടും മാറ്റേണ്ടി. ഇതിന് വരാത്തല്ല, ഇപ്പൊ നോട്ടീസ് കൊടുക്കുക ഒരു തക്കതായ മറുപടി. ഇതുപോലൊരു യോഗം തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടൊരു യോഗം വിളിച്ചിട്ട് ഇപ്പൊ വന്നല്ലോ മണ്ഡലം പ്രസിഡന്റുമാർ ആരംഭ ശൂന്യത്വം കാണിക്കുന്നു. വന്നതിന്റെ കുറച്ചാളെങ്കിലും ഒരു ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ ഒന്ന് ടയർഡാവും. അപ്പൊ വേണമെങ്കിൽ വരാതൊക്കെ ഇരിക്കാൻ മീറ്റിംഗ്. മര്യാദ ഇല്ലാത്ത പരിപാടിയാണ്, ഒരു മര്യാദയും കാണിക്കാത്ത പരിപാടിയാണ്. ഒരു കാരണവശാൽ അത് വെച്ചു കുറിപ്പിക്കാൻ പറ്റുന്ന പരിപാടിയാണ്. ഇങ്ങനെയുള്ളവരെയൊക്കെ വിശ്വസിച്ച് നമ്മളെങ്ങനെ തെരഞ്ഞെടുപ്പിന് ഇറങ്ങണത്? എന്ത് വിശ്വസിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിന് ഇറങ്ങണത്? ഈ ഒരു യോഗത്തിൽ BCCയുടെ ഒരു യോഗത്തിൽ വിളിച്ചിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചിട്ട് വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നടക്കും. KV ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ കാസർഗോഡ് നിന്നും പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ഇന്ന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയേക്കും. ഈ മാസം 25-ന് നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടിയാണ് നിയമസഭാ സമ്മേളനം തുടങ്ങേണ്ടത്. സർക്കാരുമായി പോരിലാണെങ്കിലും ഭരണഘടന ഉത്തരവാദിത്തം നിർവഹിക്കുമെന്നാണ് ഗവർണറുടെ നിലപാട്. എന്നാൽ ഗവർണർക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടാവാനിടയുണ്ട്. അതേപടി അത് വായിക്കാൻ ഗവർണർ തയ്യാറാകുമോ എന്ന ആശങ്ക സർക്കാരിനുമുണ്ട്. ഡൽഹി മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഇഡിക്ക് മുൻപിൽ ഹാജരായേക്കില്ല. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 13-ന് ഇഡി നോട്ടീസ് നൽകിയിരുന്നു. ഇത് 4ാം തവണയാണ് കെജ്രിവാളിന് ഇഡി നോട്ടീസ് നൽകുന്നത്. കഴിഞ്ഞ 3 തവണയും കെജ്രിവാൾ ഹാജരായിരുന്നില്ല. ഇഡി നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹാജരാകാതിരുന്നത്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര 5ാം ദിവസത്തിലേക്ക് കടന്നു. അപ്രതീക്ഷിതമായുണ്ടായ കാലതാമസത്തെ തുടർന്ന് നാഗാലാൻഡിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കൂട്ടരുമുള്ളത്. മോക്കോങ്ചങ്ങിൽ നിന്ന് യാത്ര ആരംഭിച്ച ഇന്ന് അസമിൽ പ്രവേശിക്കും. 9 വർഷത്തെ ഭരണകാലത്ത് മോദി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ അവഗണിച്ചെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. മേഖലയിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അതിനിടെ യാത്ര ഉത്തർപ്രദേശിലെത്തുമ്പോൾ അഖിലേഷ് യാദവ് പങ്കെടുത്തേക്കില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ മാത്രമേ യാത്രയിൽ പങ്കെടുക്കൂ എന്ന അംബേദ്കറുടെ ചെറുമകനും വഞ്ചിൻ ബഹുജൻ അഘാഡി അധ്യക്ഷനുമായ പ്രകാശ് അംബേദ്കറും വ്യക്തമാക്കി. നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ കേരള സന്ദർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന BJPക്ക് ഊർജ്ജം പകരുന്നതാണ്. പ്രചരണത്തിന് തയ്യാറാകാൻ ശക്തി കേന്ദ്ര പ്രമുഖരോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന സൂചന കൂടിയാണ് നൽകുന്നത്. മിഷൻ സൌത്ത് ഇന്ത്യയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാകണമെങ്കിൽ മോദിയുടെ വ്യക്തിപ്രഭാവം തന്നെയാകും BJPയുടെ തുറുപ്പുചീട്ട്. വോട്ടർക്കോ യേ ബതാനാ ചാഹിയേ कि 10 वर्ष पहले तक जब देश में एक कमजोर और अस्थिर सरकार थी तो आए दिन आतंकी हमले होते थे.
इसका सीधा असर हमारे निवेश पर पड़ता था और विदेशों में काम करने वाले हमारे देशवासियों पर पड़ता था। हमें उन्हें बार बार बताना होगा कि एलडीएफ, यूडीएफ का इतिहास किस तरह घोटालों का रहा है, भ्रष्टाचार का रहा है। आज भारत को दुनिया विश्व मित्र के रूप में देख रही है। നിങ്ങളുടെ ബൂത്തുകളിൽ നിങ്ങൾ വിജയിക്കൂ. ആ ബൂത്തിൽ വിജയിച്ചാൽ കേരളത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ആഹ്വാനം ചെയ്തായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി പ്രവർത്തകരെ പ്രചാരണത്തിനായി രംഗത്തിറക്കുകയായിരുന്നു 2 ദിവസത്തെ കേരള സന്ദർശനം കൊണ്ട് പ്രധാനമന്ത്രി ലക്ഷ്യമിട്ടത്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേതുപോലെ വികസനവും വിശ്വാസവും ലക്ഷ്യമിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും BJP പയറ്റുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു 2 ദിവസത്തെ സന്ദർശനത്തിൽ ഷിപ്പ്യാർഡിൽ 3 വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ഗുരുവായൂർ തൃപ്രയാർ സന്ദർശനവും. കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാർട്ടി പ്രവർത്തകർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. ഉത്തരേന്ത്യൻ പാർട്ടി എന്ന ലേബലിൽ നിന്ന് ദക്ഷിണേന്ത്യയിലും കരുത്തുകാട്ടുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. അയോധ്യയെയും ശ്രീരാമനെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സംസ്കാരവുമായി ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങളും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ശ്രദ്ധേയമായി. 22 जनवरी को प्राण प्रतिष्ठा अयोध्या में होगी, लेकिन श्री राम ज्योति उस दिन शाम को देश के घर घर में जलेगी, हर मंदिर में जलेगी। केरला तो वो राज्य है जो अपना पूरा 1 महीना रामायण को समर्पित करता है। यहां रामायण मासम मनाया जाता है। केरला में भी पूरे सद्भाव के साथ श्री राम ज्योति जले, ये संदेश आपको अपने क्षेत्र में हर घर में पहुंचाना है. ഹിന്ദി ഹൃദയഭൂമിയിൽ അയോധ്യ അനുകൂല ഘടകമാകുമെങ്കിലും ദക്ഷിണേന്ത്യയിൽ മറ്റൊരു തന്ത്രമാകും BJP പ്രയോഗിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നും വ്യക്തമായത്. കൊച്ചിയിൽ 8 മാസം മുൻപ് നടത്തിയ യുവാ പരിപാടിയിലും തൃശൂരിൽ നടന്ന മഹിളാ സമ്മേളനത്തിലും സിനിമാ താരങ്ങളെയും പൊതുസമ്മതരെയും പാർട്ടിയോട് അടുപ്പിക്കാനുള്ള നീക്കമുണ്ടായിരുന്നു. ശക്തി കേന്ദ്ര പ്രമുഖരുടെ പരിപാടിയിൽ പ്രൊഫസർ TJ ജോസഫിന്റെ സാന്നിധ്യവും BJPയുടെ പുതിയ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തുന്നത്. 2 ആഴ്ചക്കിടെ മോദി നടത്തിയ 2 റോഡ് ഷോകൾ BJP അണികളിൽ വലിയ ആവേശം സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ വോട്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണാം. ടോം കുര്യാക്കോസ്, ന്യൂസ് 18, കൊച്ചി. അയോധ്യ ഒരുങ്ങുന്നു. അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള കലശയാത്ര ക്ഷേത്ര പരിസരത്തെത്തി. ഇന്ന് വിഗ്രഹം ശ്രീകോവിലിലേക്ക് മാറ്റുന്ന ചടങ്ങ് നടക്കും. 4 ദിവസം ശ്രീകോവിലിൽ പൂജിച്ച ശേഷമാണ് പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക. അയോധ്യയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ തത്സമയം ചേരുന്നുണ്ട്. രഞ്ജിത്ത്, രാജ്യം കാത്തിരിക്കുന്ന പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ഇനി 4 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് വിഗ്രഹം ശ്രീകോവിലിലേക്ക് മാറ്റുന്ന ചടങ്ങ് നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് പ്രത്യേക പൂജകളുണ്ടോ? ആരൊക്കെയാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നതെന്നാണ് അവിടുത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ? ഭവ്യ, ഈ വിവിധ നദികളിൽ നിന്ന്, രാജ്യത്തിലെ വിവിധ പുണ്യനദികളിൽ നിന്ന് ശ്രീരാമ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യാനുള്ള ജലവും വഹിച്ചുള്ള കലശ ഘോഷയാത്രയാണ് ഇന്നലെ അയോധ്യയിൽ എത്തിച്ചേർന്നത്. ഒപ്പം ശ്രീരാമന്റെ വിഗ്രഹമായ രാംലല്ല അതും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇത് ഈ ഗർഭഗൃഹത്തിൽ, അതായത് ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങാണ് എന്നുള്ളത്. 4 ദിവസം ഈ ശ്രീകോവിലിൽ ഈ വിഗ്രഹം വെച്ച് പൂജിക്കും. അതിനുശേഷമാകും 22-ന്റെ പ്രതിഷ്ഠാ ചടങ്ങ് ആരംഭിക്കുക. അത്തരത്തിൽ നമുക്കറിയാം 16-ാം തീയതി മുതൽ ഇവിടെ പൂജാ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. പൂജാ ചടങ്ങുകൾ ഇന്ന് 3-ാം ദിവസമാണ്.
സംസ്ഥാനത്തെ രാജ്യത്തെ വിവിധ മഠങ്ങളിൽ നിന്നുള്ള സ്വാമിമാർ 121ഓളം സ്വാമിമാരാണ് ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഇതിന്റെ ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് മുന്നോടിയായുള്ള പൂജാകർമ്മങ്ങളും അത് വളരെ വിശിഷ്ടമായ ചടങ്ങുകളാണ്. അതും ആരംഭിച്ചു കഴിഞ്ഞു. 150 മുതൽ 200 കിലോ വരെ ഭാരം വരുന്ന കൃഷ്ണശിലയിൽ തീർത്ത 51 ഇഞ്ച് നീളമുള്ള വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിക്കുന്നത്. ഇത് 4 ദിവസം ഗർഭഗൃഹത്തിൽ വെച്ച് പൂജിക്കും. 22-ന് അതിനുശേഷം പ്രധാന പ്രതിഷ്ഠ നടക്കും. അങ്ങനെ വിശിഷ്ടമായ ഒരുപാട് ചടങ്ങുകൾക്ക് ഈ സരയൂ നദീതീരമാണ് ഇത്തരം ചടങ്ങുകൾക്കൊക്കെ വേദിയാകുന്നത്. അവിടെ ഇന്നലെ മൺചിരാതൊക്കെ തെളിച്ച് വലിയ വിശിഷ്ടമായ ആഘോഷ പരിപാടികൾ നടന്നിരുന്നു. ഒപ്പം ഇതിനോട് ചേർന്ന് തന്നെ 1.5 കിലോമീറ്റർ അപ്പുറത്ത് ഏതാണ്ട് 20,000-ഓളം സ്വാമിമാർ പങ്കെടുക്കുന്ന വലിയ യാഗവും നടക്കുന്നുണ്ട്. ഇന്നത്തെ പ്രധാന പ്രത്യേകത ഇന്നു മുതൽ ഈ ശ്രീകോവിലിലെ പൂജ ആരംഭിക്കും എന്നുള്ളതാണ്. അതിനും പ്രത്യേക താന്ത്രിക വിധിപ്രകാരമുള്ള ഒരുപാട് ചടങ്ങുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. 22-നാണ് മുഖ്യ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക. അതിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കാനായി വരുന്നത് എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹം 21-ന് ഇവിടെ എത്തിച്ചേരുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 21-ന് അദ്ദേഹം അയോധ്യ ക്ഷേത്രത്തിലെത്തും. ഒരുക്കങ്ങളുടെ അന്തിമഘട്ട വിശകലനം നടത്തും. പിന്നീട് 22-നാണ് ഈ പൂജ നടക്കുക എന്നുള്ളതാണ്. 22-ന് അന്നത്തെ ദിവസം മുഖ്യ പൂജാരിക്ക് പുറമെ RSS സർവ്വസംഘചാലക് മോഹൻ ഭാഗവത്, UP ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, ക്ഷേത്രം ട്രസ്റ്റ് അധ്യക്ഷൻ മഹന്ത് നൃത്യ ഗോപാൽ ദാസ് എന്നിവർക്ക് മാത്രമാണ് പ്രധാനമന്ത്രിക്കൊപ്പം ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടാവുക. 20 മുതൽ പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം പൂർണ്ണമായും ഇവിടെ നിഷേധിക്കും എന്നുള്ളതാണ്. കഹാ സെ ആയേ ആപ്? हम यूपी से. हम हैं 62-65 लोग. यूपी का किस जगह से? हरदोई डिस्ट्रिक्ट. बहुत पहली बार हम दूसरी बार आए हैं. अब बात सुनो, हम दूसरी बार आए, बहुत ही द्रव्य आंखें तरस गई थी. हाँ, ये ईश्वर की कृपा है. ये नरेंद्र मोदी और उत्तर प्रदेश योगी आदित्यनाथ, इन्होंने इस कार्य में जितनी बड़ी बीड़ा उठाई, उत्तर प्रदेश किसी मुख्यमंत्री की हैसियत नहीं इतना कार्य कर देता. माननीय मुख्यमंत्री जी और भारत के प्रधानमंत्री नरेंद्र मोदी जी को इस द्रव्य और सपने को दिखाने के लिए मैं सरकार को जय जय श्री राम कर रहा हूँ. जय जय श्री राम, जय श्री राम, जय जय श्री राम, जय श्री राम, जय जय श्री राम, जय श्री राम. बहुत अच्छा लगता है, बहुत अच्छा लगता है, बहुत अच्छा लगता है. हाँ जी, पहली बार आए हैं हम लोग. पहली बार अभी नहीं जा रहे हैं, जा रहे हैं. बोल रहे हैं അതാണ് ഈ യുപിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ ആളുകൾ അടക്കം നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളും എത്തുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോയാൽ വിവിധ തരത്തിലുള്ള ആഘോഷ പരിപാടികളോടുകൂടിയാണ് ആളുകൾ, ഭക്തർ ഇവിടേക്ക് വരികയും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തത്. നേരത്തെ പറഞ്ഞ പോലെ 20 വരെ മാത്രമാണ്, 20-ാം തീയതി മുതൽ 19 വരെ മാത്രമാണ് ഇവർക്ക് ഇങ്ങോട്ടേക്ക് പ്രവേശനമുള്ളത്. 20 മുതൽ. कहाँ से आए भैया? गोरखपुर से जी. हाँ, पैदल चल के आए. बहुत अच्छा लगा. रामचरितमानस लेके चले थे. हमारा पढ़ा था कि राम का मंदिर बनेगा तो अपना रामचरितमानस लेके सिर पर लेके चले हैं. देखिए बगल में रखे हुए सिर रामचरितमानस लेके चले हैं. पैदल बोले थे जब मंदिर बनेगा तो पैदल ही रामचरितमानस लेके जाएंगे और रामचरितमानस को राष्ट्रीय ग्रंथ बनाएंगे. और हम मैं राजा कुमार सिंह सभी को जय श्री राम. मैं राजा कुमार सिंह सिमराही बाजार सुपौल बिहार से अयोध्या पैदल यात्रा पे निकला. आज हमारा 20वां दिन है और रात में हम 2:30 बजे पहुंच चुके थे बाबा के धाम. और अभी हम आए हैं बाबा का दर्शन करने. और हमारे पूर्वजों का जो सपना है, जो सपना था 500 सालों से, आज हमें सौभाग्य मिला है कि हम अपने आंखों से देखना. और हमारा ये जो सफर बीता है, मतलब पता ही नहीं चला कि कैसे बीत गया. और ये बहुत ही लग रहा है कि स्वर्ग में आ गए हम. अगर कहीं स्वर्ग देखे तो अयोध्या आए वो. जय श्री राम, जय श्री राम, जय श्री राम. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭവ്യ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇന്നലെ മുതൽ തന്നെ ഇത് SPG സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ കേന്ദ്ര സംഘത്തിന്റെ വലിയ ഒരു സംഘം ഇവിടെ എത്തി അയോധ്യയുടെ നിരത്തുകൾ അവർ സുരക്ഷ ഏറ്റെടുത്തു കഴിഞ്ഞു. കാരണം VIP-കൾ ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സാന്നിധ്യം ഇനിയുള്ള ദിവസങ്ങളിൽ അയോധ്യയിൽ ഉണ്ടാകും. 10,000-ഓളം സുരക്ഷാ ക്യാമറകൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ AI ക്യാമറകൾ പോലെയുള്ള പ്രധാനപ്പെട്ട ക്യാമറകൾ ഇവിടെയുണ്ട്. അവയുടെ നിരീക്ഷണത്തിലാണ് അയോധ്യ നഗരവും പരിസരവും. മറ്റൊന്ന്, ഇവിടുത്തെ
ഇവിടുത്തെ ഹോട്ടൽ ബുക്കിംഗ് ആണ്. ഇവിടെ ഇപ്പോൾ ഒരു മുറി കിട്ടണമെങ്കിൽ കുറഞ്ഞത് 35,000 രൂപ, ഏറ്റവും കുറഞ്ഞ ഒരു ഹോട്ടലിന് 35,000 രൂപയെങ്കിലും പുതുതായി ബുക്ക് ചെയ്യുന്നവർക്ക് നൽകേണ്ട സാഹചര്യമാണ്. കാരണം മുറി കിട്ടാനില്ല. കാരണം മിക്ക മുറികളും ഹോട്ടൽ റൂമുകളെല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞു. 100ഓളം ഹോട്ടലുകൾ പുതുതായി ആരംഭിച്ചിട്ടുണ്ട് വിവിധ മേഖലകളിൽ. ഈ ഹോട്ടലുകളുടെയൊക്കെ മുറി സർക്കാർ ഏറ്റെടുക്കുകയും സർക്കാർ അന്ന് വരുന്ന 7,000-ഓളം അതിഥികളുണ്ട്. ഈ പ്രത്യേക അക്ഷരം നൽകി ക്ഷണം ലഭിച്ച 7,000-ഓളം അതിഥികളുണ്ട്. രാം ചരൺ തേജ, ഒപ്പം ചിരഞ്ജീവി, സച്ചിൻ തെണ്ടുൽക്കർ എന്നിവർ ഏതാണ്ട് ഇവിടെ എത്തുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം ചില കോൺഗ്രസ് നേതാക്കളെയും ഇവിടെ പ്രതീക്ഷിക്കുന്നു ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട്. ഏതായാലും ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇന്നലെ നമുക്ക് ലഭിക്കുന്ന വിവരം അയോധ്യയിലേക്കുള്ള തീവണ്ടി ടിക്കറ്റുകൾ ഏതാണ്ട് പൂർണ്ണമായി 2 മാസത്തേക്ക് പൂർത്തിയായി കഴിഞ്ഞു, ബുക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞു. 23 മുതലാണ് പൊതുജനങ്ങൾക്ക് ദർശനത്തിനുള്ള അല്ലെങ്കിൽ അവർക്ക് ഭഗവാനെ കാണാനുള്ള അവസരം ലഭിക്കുക. ആ സമയം മുതൽ ഇതിന് വലിയ തിരക്ക് ഇവിടെ പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് മുതൽ, ഇന്നലെയൊക്കെ 1,00,000 പേർ ഒരു ദിവസം വന്നുപോയി എന്നുള്ളതാണ് പോലീസിന്റെ കണക്ക്. ഒരുപക്ഷെ ഇന്ന് മുതൽ ഇതിൽ ഒരു കുറവുണ്ടായിരിക്കും. കാരണം 20 മുതൽ മറ്റന്നാൾ മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ പ്രധാനമായും ഹോട്ടലുകളിലും മറ്റ് താമസിക്കുന്നവരൊക്കെ ഇന്ന് മുതൽ വെക്കേറ്റ് ചെയ്ത് പോവുകയും പിന്നീട് 23 ശേഷം വരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇതിന്റെ അന്തിമഘട്ട ഒരുക്കങ്ങൾ ഇപ്പോൾ തൊട്ടുപുറകിൽ കാണുന്ന അയോധ്യ ക്ഷേത്രത്തിൽ നടക്കുകയാണ് എന്നുള്ളതാണ്. അന്തിമഘട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പൂജ ചടങ്ങുകൾ 22 വരെ ഉണ്ടാകും. ഒപ്പം വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം ഇന്നു മുതൽ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം യോഗി ആദിത്യനാഥ് ഒരുപക്ഷെ ഇന്ന് അയോധ്യയിലേക്ക് വീണ്ടും എത്തുമെന്നും അന്തിമഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുമെന്നുള്ള വിവരങ്ങൾ ഈ ചില പാർട്ടി പ്രവർത്തകർ നൽകുന്നുണ്ട്. ഈ അയോധ്യയിലെ ആളുകളെ സംബന്ധിച്ച് പൂർണ്ണമായും ഒരു ഉത്സവാന്തരീക്ഷത്തിൽ തന്നെ ആയിരിക്കും അവർ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇപ്പോൾ പ്രാണപ്രതിഷ്ഠയോട് അടുക്കുന്ന സമയങ്ങൾ അവരെ സംബന്ധിച്ച് വലിയ ആവേശത്തിലായിരിക്കും. പക്ക ഒരു ഉത്സവാന്തരീക്ഷം എന്ന് തന്നെ പറയേണ്ട സാഹചര്യമായിരിക്കും അവിടെ ഉണ്ടാവുക. അയോധ്യയിലെ ഒരു ഒരുക്കങ്ങൾ എങ്ങനെയാണ്? അവിടുത്തെ ആളുകൾ എന്തൊക്കെയാണ് പറയുന്നത്? ഭവ്യ, അത് തന്നെയാണ് പ്രധാനം. കാരണം ഇതൊരു അത്ര വലിയൊരു നഗരമല്ല. ഇതൊരു താരതമ്യേന ഒരു ചെറിയ ഗ്രാമപ്രദേശത്തോട് നമുക്ക് താരതമ്യം ചെയ്യാവുന്ന ഒരു നഗരപ്രദേശമാണ്. അത് നഗരമായി വളരുകയാണ്. ഈ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ അയോധ്യയിൽ സംഭവിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഹോട്ടലുകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നു. അതായത് സ്ഥലത്തിന്റെ വിലയ്ക്ക് 50 ഇരട്ടിയോളം വർധനവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവർ, അമിതാഭ് ബച്ചനൊക്കെ ഇവിടെ ഭൂമി വാങ്ങിയ കാര്യം നമുക്കറിയാം. മറ്റ് നിരവധി ആളുകൾ ഇവിടെ ഭൂമി നോക്കുന്നു, വീട് വെക്കാൻ ഒരുങ്ങുന്നു. അങ്ങനെ അയോധ്യയുടെ മുഖച്ഛായ തന്നെ ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാറുന്നു എന്നുള്ളതാണ് കാര്യം. അത് അവരുടെ ജീവിത രീതിയെ തന്നെ ബാധിക്കുകയാണ്. കാരണം ഇവിടുത്തെ ഹോട്ടലുകളിൽ ഇപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ വലിയ തിരക്കാണ്. കാരണം ഇത്രയും ആളുകളെ ഉൾക്കൊള്ളാവുന്ന തരത്തിലുള്ള ഹോട്ടലുകളുടെ എണ്ണം ഇവിടെ കൂടിയിട്ടില്ല. പക്ഷെ പല സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഇന്ന് ഈ 3 വർഷമെങ്കിലും എടുക്കും ഈ അയോധ്യയുടെ ക്ഷേത്രം അതിന്റെ പൂർണ്ണ രീതിയിലെത്താൻ. അപ്പോഴേക്കും ഒരു തീർത്ഥാടക നഗരമായി, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടക നഗരമായി അയോധ്യ മാറുന്നു എന്നുള്ളതാണ്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ, ഈ വ്യവസായികളുടെ സംഘടനയുടെ ഒരു കണക്കനുസരിച്ച് 50,000 കോടി രൂപയുടെ ബിസിനസ് ഇന്ത്യയിൽ ഒട്ടാകെ അയോധ്യ ക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ളൊരു കണക്ക് പുറത്തു വരുന്നുണ്ട്. അതേ ആവേശത്തിലാണ് ഈ അയോധ്യ നിവാസികളും അയോധ്യയിലെ വ്യാപാരികളും ഇവിടെ താമസിക്കുന്നവരും ഒക്കെ. കാരണം അവരുടെ ഒരു ജീവിത ശൈലി, ഒരു ജീവിത നിലവാരം തന്നെ മാറുകയാണ്. അവരെ കാണാനായി, അവരോട് സംസാരിക്കാനായി ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഒരു പ്രവാഹം ഇങ്ങോട്ടേക്കുണ്ട്. കാരണം ഈ ക്ഷേത്രത്തിലേക്ക് പ്രതീക്ഷിക്കുന്ന സഞ്ചാരികളുടെ എണ്ണം വരുന്ന 1.5 ലക്ഷത്തോളമാണ് ഈ 23 ശേഷം 1.5 ലക്ഷം ആളുകളെങ്കിലും ഒരു ദിവസം അയോധ്യ സന്ദർശിച്ച് മടങ്ങും എന്നുള്ള വിവരങ്ങളാണ് ഇവിടുത്തെ ജില്ലാ ഭരണകൂടമടക്കം നൽകുന്നത്. അപ്പോൾ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം. അതിനുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനം ഒരു വലിയ വെല്ലുവിളിയാണ്. രാമജന്മഭൂമി ക്ഷേത്ര തീർത്ഥ ട്രസ്റ്റും ഒപ്പം സർക്കാരും ഒരുമിച്ച് കൈകോർത്ത് നിന്നാണ് ഇത്തരം അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഇതുവരെ ഏതാണ്ട് 5,500 കോടി രൂപ ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംഭാവനയായി മാത്രം കിട്ടിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ ആദ്യം വന്ന ദിവസം പോലെ ഇപ്പോൾ തന്നെ നോക്കൂ, വളരെ പെട്ടെന്നാണ്. ഇന്നലെ രാത്രിയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണങ്ങൾ വലിയ തോതിൽ ഗംഭീരമായി നടക്കുകയാണ്. ഇപ്പോൾ ഈ റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞു. ഒരുപക്ഷെ ഇതിലും അത്ഭുതകരമായ മാറ്റങ്ങൾ 22 മുമ്പ് ഇവിടെ സംഭവിക്കും. ദ്രുതഗതിയിൽ അത്തരത്തിൽ ഈ നിർമ്മാണം പൂർത്തീകരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഓരോ നിമിഷവും അയോധ്യയുടെ മുഖച്ഛായ മാറുന്നു. അതിന്റെ ഒരു സന്തോഷം ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ പ്രകടമാണ്. അവർ അത്
ആവേശത്തോടുകൂടി തന്നെ അത് കാണുകയും ചെയ്യുന്നു. അയോധ്യ നഗരം മാറുന്ന ഒരു സാഹചര്യത്തെ അവർ വലിയ തോതിൽ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഒപ്പം അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ഇനിയും മുന്നേറാനുള്ള അയോധ്യയിൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നു. ഭവ്യ. ശരി രഞ്ജിത്ത്, ഒരു കാര്യം, രഞ്ജിത്ത് ഇപ്പോൾ അയോധ്യയിൽ എത്തിയിട്ട് കുറച്ച് ദിവസങ്ങളായി. എങ്ങനെയുണ്ട് അയോധ്യ? അവിടുത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയുണ്ട്? അതുമായൊക്കെ പൊരുത്തപ്പെട്ട് തുടങ്ങിയോ? ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അവിടുത്തെ? നമുക്കിവിടെ വന്ന നമുക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും വെജിറ്റേറിയൻ ഭക്ഷണമാണ്. ഇവിടെ നോൺ വെജ് ഭക്ഷണങ്ങളൊന്നും അവൈലബിൾ അല്ല. സാധാരണ നമ്മൾ പലപ്പോഴും ഒക്കെ നോൺ വെജ് കഴിക്കുന്ന ആളുകളാണ്. അത് പക്ഷേ ഈ വെജിറ്റേറിയൻ ഭക്ഷണവും വളരെ രുചികരമായ ഈ ഉത്തരേന്ത്യൻ ശൈലിയിലുള്ള ഭക്ഷണമാണ്. അത് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണവുമാണ്. അത് നമ്മൾ ഈ 3 നേരവും അത് തന്നെയാണ് കഴിക്കുന്നത്. നല്ല നല്ല ഹോട്ടലുകളുണ്ട്, നല്ല പഞ്ചാബി ധാബകളുണ്ട്. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് സന്തോഷകരമായ കാര്യമാണ്. രുചികരമാണ് ഭക്ഷണം. അല്പം സ്പൈസിയാണ് എങ്കിൽ പോലും നമ്മൾ സ്പൈസി കുറവുള്ള ഭക്ഷണങ്ങളും ഉണ്ട്. അത് കഴിച്ചാൽ പ്രശ്നമില്ല. പിന്നെ ഇവിടുത്തെ ശുദ്ധി വൃത്തിയൊക്കെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മളത് നോക്കി കണ്ട് ചെയ്യേണ്ട. ചില ഹോട്ടലുകളിലൊക്കെ അവസ്ഥ ചിലപ്പോഴൊക്കെ പരിതാപകരമായി തോന്നുമെങ്കിൽ പോലും മിക്ക ഹോട്ടലുകളിലും അത്യാവശ്യം വൃത്തിയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. അത് കണ്ടെത്തി കഴിഞ്ഞു. ഞാനും പ്രശാന്തും അത് കണ്ടെത്തിയാണ് അവിടെ ചെന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അല്പമൊക്കെ നടക്കേണ്ടി വന്നാൽ പോലും. പക്ഷെ ഞാൻ ഭവ്യക്കറിയ ആദ്യം വന്ന ദിവസം മുതൽ കഠിനമായ തണുപ്പും മഞ്ഞുമായിരുന്നു ഈ അയോധ്യയിൽ. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും കൂടുതൽ മഞ്ഞും തണുപ്പും അനുഭവപ്പെടുന്നത് ഇവിടെയാണ് എന്നുള്ള വിലയിരുത്തലും മറ്റും ഉണ്ടായിരുന്നു. 7 ഡിഗ്രി വരെയൊക്കെയാണ് ഇവിടുത്തെ തണുപ്പ് അനുഭവപ്പെട്ടിരുന്നത്. कहाँ से आए? हम बॉम्बे से आए हैं जी, yesterday जी. How do you feel? Very nice, a big beautiful vibration. हमने सवेरे आरती भी ली, बहुत अच्छा लगा. We feel like taking it tomorrow again, but not possible. Are you staying here? Here we are staying at Tribhuvan Residency. Okay. Any hike in room rent? Any? Hike in room rent? No. It is a very nice room. Very nice. Very nice. Okay. I will give a 5-star rating to it. It is very nice. You are feeling very nice. A different vibration coming here. Because of some cold, we are feeling a little tired. Otherwise, it is very nice. Yes. Very nice vibration. नाम क्या है? मैत्री. how do you? പലപ്പോഴും ഈ മേഖലകളിലേക്കൊന്നും പ്രവേശനമില്ല. ഇവിടുത്തെ സുരക്ഷ നമ്മുടെ കേരളം പോലെ ഒന്ന് ഇടയ്ക്കൊന്ന് റിലാക്സ് ചെയ്ത് കൊടുക്കാം എന്നുള്ള രീതിയിലല്ല. സുരക്ഷ എന്ന് പറഞ്ഞാൽ പഴുതടച്ച സുരക്ഷയാണ്. ഒരു സ്ഥലത്ത് ഒരു ഇടറോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുന്ന വഴിയിൽ ബാരിക്കേഡ് വെച്ച് മറച്ചാൽ, ഇന്നലെ ഞങ്ങൾ കണ്ട കാഴ്ചയാണ്. VIP വാഹനങ്ങൾ വന്നാൽ പോലും, പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ വന്നാൽ പോലും അവർ അവിടെ വണ്ടി നിർത്തി നടന്ന് വരേണ്ടി വരും. കാരണം അതുപോലെ ശക്തമായി തന്നെയാണ്. ഒരുപക്ഷെ താഴ്ന്ന നിലയിലുള്ള ഉദ്യോഗസ്ഥരായിരിക്കും ഈ ഉയർന്ന ഉദ്യോഗസ്ഥരോട് പറയേണ്ടി വരിക ഇങ്ങനെ ഇവിടെ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണെന്ന്. അത് അനുസരിച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്ന ആൾക്കാരെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഓരോ നിമിഷവും ഓരോ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവർ ഏർപ്പെടുത്തുന്നു. 10,000-ഓളം ക്യാമറകൾ ഈ അയോധ്യയിലെ ചെറിയ നഗരത്തിൽ മാത്രം സ്ഥാപിച്ചുകൊണ്ട് ആ തരത്തിൽ അവർ അതിനെ പഴുതടച്ച രീതിയിൽ ഓരോ തരത്തിലും അവർ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, നിരീക്ഷണം നടത്തുന്നു. ഒപ്പം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉണ്ട്. ഗ്രൂപ്പിന്റെ SPGയുടെ പ്രത്യേക സാന്നിധ്യമുണ്ട്. കേന്ദ്രസേന വരും ദിവസങ്ങളിൽ കൂടുതലായി അയോധ്യയുടെ സുരക്ഷ ഏറ്റെടുക്കുമെന്നുള്ളതാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം യോഗി ഇതുവഴി കടന്നുപോയപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയാണ്. എല്ലാ റോഡുകളും അടച്ച് ഒരു വാഹനങ്ങൾ പോലും കടത്തിവിടാതെ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ, SPGയുടെ അകമ്പടിയോടെ യോഗി കടന്നുപോകുന്നു. ഒരാൾക്ക് ഒരു ഈച്ചയ്ക്ക് പോലും എന്ന് പറയാം, ഈച്ചയ്ക്ക് പോലും സമീപത്തേക്ക് കടന്നുപോകാൻ പറ്റാത്ത സാഹചര്യമാണ്. പക്ഷെ അതിനോടൊക്കെ ജനങ്ങൾ വലിയ തോതിൽ സഹകരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നുപോകുമ്പോൾ ഇത്തരം വിമർശനങ്ങളൊക്കെ വ്യാപകമായി നമ്മൾ പങ്കുവെക്കാറുണ്ട്. പക്ഷെ അതിലൊക്കെ എത്രയോ വലിയ തലത്തിലുള്ള സുരക്ഷയാണ് ഇവിടെ യോഗിക്ക് ഇവിടുത്തെ പോലീസ് ഒരുക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ നേരിട്ട് കണ്ടൊരു കാഴ്ചയാണ്. അത് വളരെ ഈ UP സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് ഒരുപാട് സുരക്ഷാ ഭീഷണികളുണ്ട്. നേരത്തെ തന്നെ നിരവധി സംഘടനകളിൽ നിന്നുള്ള ഭീഷണികളൊക്കെ ഉണ്ടാകാം. പക്ഷെ അതിനോട് ഈ ജനങ്ങളോട് ചോദിക്കുമ്പോൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അവർ സഹകരിക്കാൻ തയ്യാറാണ്. കാരണം അവരുടെ ഒരു സ്വപ്നം അത് സാക്ഷാത്കരിച്ച ഒരു മുഖ്യമന്ത്രിയാണ് യോഗി എന്നുള്ളതാണ് പലരും പറയുന്നത്. രാമക്ഷേത്രം ദീർഘകാലമായുള്ള അവരുടെ സ്വപ്നമായിരുന്നു. അത് സാക്ഷാത്കരിച്ച മുഖ്യമന്ത്രിയാകുമ്പോൾ അല്പം ഇത്തരം കാര്യങ്ങളൊക്കെ ആകാം എന്നും ജനങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഉള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെയുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാകുന്നു.
ഓരോ മേഖലയിലുമുള്ള വിലയിരുത്തലുകൾ നടക്കുന്നു. അതിനുള്ള ഉദ്യോഗസ്ഥരുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പൂർത്തിയാകുന്നു. ഒരുപക്ഷെ 2 ദിവസത്തിനകം ഈ അയോധ്യയുടെ ഒരു മുഖച്ഛായ തന്നെ ഇപ്പോൾ അല്പം മാലിന്യങ്ങളും ഒക്കെ റോഡിലുമൊക്കെ കാണാം. പക്ഷെ അത് ഓരോ ദിവസവും ക്ലീൻ ചെയ്യുകയാണ്. ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് അത്തരം ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ അയോധ്യ മാറുന്നു. ഒപ്പം പ്രാൺ പ്രതിഷ്ഠയ്ക്കുള്ള ചടങ്ങ് അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ അയോധ്യ എന്ന നഗരം, അതൊരു ഗ്രാമത്തിന്റെ ഒരു ഫീലുള്ള ഒരു നഗരം, അത് ലോക ശ്രദ്ധയെ ആകർഷിക്കുന്നു. നേപ്പാളിൽ നിന്നടക്കം ഇപ്പൊ ബ്രിട്ടൻ നടക്കുന്ന രാജ്യങ്ങളിൽ നടക്കം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. അയോധ്യയുടെ മുഖച്ഛായ മാറുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നു. അതിനുള്ള കാഴ്ചക്കാരായി അത് നമ്മൾ നേരിട്ട് അനുഭവിക്കാനായി നമ്മുടെ ന്യൂസ് 18 സംഘവും അയോധ്യയിലുണ്ട്. ഭവ്യ, തീർച്ചയായും. എന്തായാലും അയോധ്യയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രനുമൊപ്പം പ്രശാന്ത് മംഗലശ്ശേരിയുമാണ് അയോധ്യയിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. രാംലല്ലയ്ക്ക് പാൻ വളരെ പ്രിയമാണ്. പതിറ്റാണ്ടുകളായി ക്ഷേത്രത്തിന് പാൻ നൽകുന്ന ഒരു കടയുണ്ട്. രാംലല്ല കാ പാൻ ഷോപ്പ് എന്നാണ് അമ്പലത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ കട അറിയപ്പെടുന്നത്. നമുക്ക് അയോധ്യയിലെ രാംലല്ലയുടെ സമീപത്ത് നിന്ന് ചില വ്യത്യസ്തമായ കാര്യങ്ങൾ കൂടി പ്രേക്ഷകർക്കായി പങ്കുവെക്കാം. അതിലൊന്ന്, രാംലല്ല പാൻ കഴിക്കുന്നതിൽ പ്രിയനാണ് എന്നുള്ളതാണ്. രാംലല്ലയ്ക്ക് പതിറ്റാണ്ടുകളായി പാൻ നൽകുന്ന ഒരു ഷോപ്പുണ്ട് ഇവിടെ തൊട്ടടുത്ത്, അമ്പൽ തൊട്ടടുത്ത്. അത് ഇവിടെ നിന്ന് ദിവസേന 40ഓളം പാനുകൾ രാംലല്ലയുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. ഈ പ്രാൺ പ്രതിഷ്ഠാ ദിനം 550 പാനുകൾക്കുള്ള ഓർഡർ ഈ ഷോപ്പിൽ ലഭിച്ചിട്ടുണ്ട്. പ്രതിഷ്ഠാ ദിനത്തിൽ, നേരത്തെയുള്ള ദിനത്തിൽ, ഇതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ദിനത്തിൽ ഏതാണ്ട് 150ഓളം പാനുകൾ നൽകിയിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹമാണ് അതിന്റെ പ്രധാന കക്ഷി. ഭായ്, ആപ്കാ നാം? വിനയ് ചൗരസിയ. വിനയ് ചൗരസിയ ഇവിടെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ നടത്തി വന്ന കടയാണ്. ഇപ്പോൾ വിനയ് ചൗരസ് നടത്തുന്നു. അവരുടെ കാലം മുതൽ തന്നെ ഇവിടെ നിന്ന് പാൻ രാംലല്ല അടുത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇധർ സെ കിतना पान जाता है डेली? जो पर डे अभी जा रहा है वो मतलब 40 पान, हाँ स्वीट पान रहता है 40 पान. अदर अभी मतलब 2-3 साल से पहले 25 पान 20 पान ऐसे आता था. अब जब से फैसला आया और जैसे वहाँ की व्यवस्थाएं बदली हैं, अब हम लोग को ऑर्डर जो मिल रहा है 40 पान का. अब इसके बाद जब भूमि प्राण प्रतिष्ठा हो जाएगा, इसके बाद फिर से और इसको बढ़ाया जाएगा. अब कितना बढ़ाते वो ट्रस्ट के ऊपर डिपेंड करता है. अभी इसके साथ और ऑर्डर आएगा. हाँ, अब क्योंकि अब वहाँ पे क्वांटिटी की ज्यादा, क्योंकि ज्यादा भक्त आएंगे. भगवान जब मतलब भोजन करते हैं उसका उनको स्वीट पान चढ़ता है. तो हम लोग काफी समय से लगे हुए हैं, अभी भी चल रहा है. तो डेली जब हमें 12 बजे का टाइमिंग मतलब रहता है, जो 11 से 12 बजे, उससे बीच में हमें पहुंचाना रहता है. तो यहाँ से लगा के या तो घर से लगा के मैं समय से वहाँ पहुंचाना रहता है. तो मीठा पान जाता है, वो गुलकंद रहता है, करौंदा रहता है, मीठी सौंफ रहती है. स्पेशल पान बनाता है उसके लिए? जी स्पेशल पानी रहता है. क्योंकि एक सौंफ हो गया, ग्रीन सौंफ, कोकोनट, ये ग्रीन सौंफ है, मतलब स्वीट सौंफ है, और चेरी है, लौंग है, इलायची है और करौंदा है. इसमें गुलकंद पड़ता है. हाँ, भगवान रामलला 5 वर्ष की अवस्था में है, तो उनको स्वीट पान जो चढ़ता है वो स्वीट रहता है. उसके साथ साथ करौंदा रहता है और गुलकंद की मात्रा उसमें रहती है. लौंग, इलायची, सुपारी नहीं रहता है. सुपारी का 1 ही दाना रहता है. ठीक है. और चूने की मात्रा बहुत कम होती है ताकि मुंह न कटे भगवान का. इस वजह से आपका पिताजी और ग्रैंडफादर सब एक करता था ना? हाँ, मेरे पिताजी पे करते हैं, मेरे पापा दादा जी थे वो भी ये काम करते आए हैं. तो मेरी शॉप पहले राम जन्मभूमि मंदिर के पास ही थी, तो मुझे आने जाने में दिक्कत नहीं होती थी. वहीं से मतलब मैं चला जाता था. अब जो है, अब जब से 1995 में मैं यहाँ पे शिफ्ट हुआ, 92 वहाँ कार सेवा जब हुई थी, तब से यहाँ से डेली रेगुलर जाने लगा. वहाँ पे मुझे भी एक पान बना के ले गए इस तरफ मिलेगा, स्वीट पान मिलेगा आपको भी लगा के. कोई स्पेशल नाम है पान को? गुलकंद पान कह सकते हैं, गुलकंद. ഓക്കെ, ഇത് ഇപ്പൊ എനിക്ക് കിട്ടിയ ഒരു പാനാണ്. അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം അല്ലേ? അപ്പോ രാംലല്ലയുടെ പാൻ ഷോപ്പിൽ നിന്നും പ്രശാന്തിനൊപ്പം രഞ്ജിത്ത്, അയോധ്യ. അയോധ്യയിൽ നിന്നും 25 കിലോമീറ്റർ അകലെയായാണ് കോടതി വിധി പ്രകാരം പള്ളി പണിയാനുള്ള സ്ഥലം അനുവദിച്ചിരിക്കുന്നത്. ട്രസ്റ്റ് രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും നിർമ്മാണം വൈകുകയാണ്. എത്രയും പെട്ടെന്ന് നിർമ്മാണം ആരംഭിക്കുമെന്നും മക്ക ഇമാം ശിലാസ്ഥാപനം നിർവഹിക്കുമെന്നും മസ്ജിദ് വികസന സമിതി അറിയിച്ചു. ഞാനിപ്പോൾ ഉള്ളത് അയോധ്യയിൽ നിന്നും 25 കിലോമീറ്റർ അകലെയുള്ള ധന്നിപൂർ എന്ന സ്ഥലത്താണ്. ഈ ധന്നിപൂറിന് ഏറെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. കാരണം
അയോധ്യയിൽ ക്ഷേത്രം പണി അനുവദിച്ച സുപ്രീം കോടതി വിധിയിൽ പള്ളി പണിയാനായി ഒരു 5 ഏക്കർ സ്ഥലം അത് അനുവദിച്ചിരുന്നു. UP സർക്കാർ ആ സ്ഥലം വിട്ടുകൊടുക്കുകയും ചെയ്തു. ആ സ്ഥലമാണ് പ്രേക്ഷകർ കാണുന്നത്. അയോധ്യയിൽ വലിയ ആഘോഷത്തോടെ രാമക്ഷേത്ര നിർമ്മാണം അത് പൂർത്തീകരണത്തിലേക്ക് അടുക്കുമ്പോഴും പ്രതിഷ്ഠയിലേക്ക് അടുക്കുമ്പോഴും ഇവിടെ നിർമ്മാണത്തിനുള്ള ഒരു സംവിധാനവും ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയും ലോകത്തിലെ ഏറ്റവും വലിയ ഖുറാനും സ്ഥാപിക്കാനാണ് ലക്ഷ്യം വെക്കുന്നത്. മസ്ജിദ് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്നായിരിക്കും പള്ളിയുടെ പേര്. 2020 ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ട്രസ്റ്റ് സ്ഥാപിച്ചത്. പള്ളി വരുമ്പോൾ അയോധ്യ പോലെ തന്നെ ഈ പ്രദേശവും വികസിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. अभी उसके बारे में क्या, अभी जमीन के बारे में कुछ कमी है, उसके लिए जो है लोग लगे हुए हैं. ये सुनने में आया है कि जमीन कम है और जमीन के प्रयास में लगे हुए हैं कि और जमीन मिल जाए तब इसका निर्माण होगा. मगर अयोध्या का तो निर्माण मंदिर का तो हो गया, यहाँ पे कोई निर्माण ही नहीं हो रहा है. वहाँ पर बहुत से विकास हो रहे हैं, यहाँ कोई विकास नहीं हो रहा है. പള്ളിക്കൊപ്പം ക്യാൻസർ ആശുപത്രിയും മ്യൂസിയവും സ്കൂളും ഉണ്ടാകും. 6 ഏക്കർ സ്ഥലം കൂടി സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട്. അയോധ്യയിൽ നിന്ന് 25 കിലോമീറ്റർ അകലെ ധനിപ്പൂരിലാണ് പള്ളി ഒരുങ്ങുന്നത്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ, ധനിപ്പൂർ. സ്വപ്ന സാഫല്യത്തിനായി രാമജന്മഭൂമി ഒരുങ്ങുന്നു. പ്രാൺ പ്രതിഷ്ഠയ്ക്കായി വിശ്വാസി സഹസ്രങ്ങൾ കാത്തിരിക്കുകയാണ്. രാമനാമം ചൊല്ലി നാടും നഗരവും മുഴുവൻ അയോധ്യയിലേക്ക്. രാമഭജനുകളാൽ മുഖരിതമായ അയോധ്യാപുരിയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രന്റെ റിപ്പോർട്ടുകളും പ്രശാന്ത് മംഗലശ്ശേരിയുടെ ദൃശ്യങ്ങളും. അയോധ്യ മുഴുവൻ ഭക്തിസാന്ദ്രമാണ്. അയോധ്യ പ്രാൺ പ്രതിഷ്ഠ കവറേജ് സമഗ്രമായി ന്യൂസ് 18-ൽ മാത്രം. ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ. ഒരിടവേളയാണ്. വളരെ വേഗം തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് പ്രഭാത കേരളത്തിലേക്ക്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കടക്കേണ്ടതുണ്ട്. തനിക്കെതിരെ മതവിദ്വേഷ പ്രസംഗം നടത്തിയതിന്റെ പേരിലുള്ള FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഇന്നുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടികളൊന്നും സ്വീകരിക്കരുതെന്ന ഇടക്കാല ഉത്തരവ് നിലവിലുണ്ട്. കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പരാമർശത്തെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. ജസ്റ്റിസ് ഡയസ് ആണ് ഹർജി പരിഗണിക്കുക. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ മുസ്ലിം ലീഗിലെ അഡ്വക്കേറ്റ് VM മുനീർ രാജിവെച്ചു. മുൻധാരണ പ്രകാരം 3 വർഷം പൂർത്തിയാക്കിയതാണ് രാജി. മുസ്ലിം ലീഗിലെ അബ്ബാസി ബീഗം ചെയർമാനാകും. മുസ്ലിം ലീഗിലെ അഡ്വക്കേറ്റ് VM മുനീർ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. നഗരസഭാ സെക്രട്ടറി ജസ്റ്റിൻ മുമ്പാകെയാണ് രാജിക്കത്ത് സമർപ്പിച്ചത്. മുൻ ധാരണ പ്രകാരമാണ് രാജി. ഇതോടൊപ്പം കൗൺസിലർ സ്ഥാനവും രാജിവെച്ചുള്ള കത്തും VM മുനീർ നൽകിയിട്ടുണ്ട്. തളങ്കര ഖാസി ലൈൻ വാർഡ് കൗൺസിലർ സ്ഥാനമാണ് ചെയർമാൻ സ്ഥാനത്തോടൊപ്പം മുനീർ രാജിവെച്ചിരിക്കുന്നത്. ഇതോടെ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. ജനുവരി 15-നകം രാജിവെക്കണമെന്നായിരുന്നു മുസ്ലിം ലീഗ് ജില്ലാ പാർലമെന്ററി ബോർഡ് നിർദ്ദേശിച്ചത്. എന്നാൽ സെക്രട്ടറി സ്ഥലത്തില്ലെന്ന കാരണത്താലാണ് രാജി 2 ദിവസം നീണ്ടുപോയത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം കീഴ്ഘടകങ്ങൾക്ക് നൽകിയ സർക്കുലർ ചൂണ്ടിക്കാട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ മുനീർ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ സർക്കുലർ നേരത്തെ ഉണ്ടാക്കിയ കരാറിന് ബാധകമല്ലെന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ കമ്മിറ്റി ഇടപെട്ട് പുതിയ മാറ്റമൊന്നും വരുത്താൻ പാടില്ലെന്നും വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും നേതൃത്വം വിശദീകരിക്കുകയായിരുന്നു. മുനീറിനോട് ചെയർമാൻ സ്ഥാനത്തോടൊപ്പം കൗൺസിലർ സ്ഥാനവും രാജിവെക്കാൻ മുസ്ലിം ലീഗ് വാർഡ് കമ്മിറ്റി രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് ചെയർമാൻ സ്ഥാനത്തോടൊപ്പം കൗൺസിലർ സ്ഥാനം കൂടി രാജിവെച്ചതെന്നാണ് വിവരം. എല്ലാവരോടും സ്നേഹം പങ്കിട്ടാണ് മുനീർ നഗരസഭയുടെ പടിയിറങ്ങിയത്. വികാരനിർഭരമായ രംഗങ്ങൾക്കും നഗരസഭ വേദിയായി. ന്യൂസ് 18 കാസർഗോഡ്.
സ്മാർട്ട് സിറ്റിക്ക് കീഴിലുള്ള തലസ്ഥാനത്തെ റോഡുകളുടെ നവീകരണം മാർച്ച് 31 മുൻപ് പൂർത്തിയാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അയ്യങ്കാളി ഹാളിന് മുന്നിലെ റോഡ് മാനവീയ വീതി മാതൃകയിൽ നവീകരിക്കും. പുതിയ റോഡുകൾ 4 സോണുകളായി തിരിച്ച നൈറ്റ് ലൈഫിന് ഉതകുന്ന രീതിയിൽ വികസിപ്പിക്കുമെന്നും മന്ത്രി പ്രതികരിച്ചു. തലങ്ങും വിലങ്ങും പൊളിച്ചിട്ടിരിക്കുന്ന റോഡുകൾ, എങ്ങോട്ട് പോകണമെന്നറിയാതെ വലയുന്ന ജനം. തലസ്ഥാന നഗരവാസികളുടെ നരകയാത്രയ്ക്ക് ഉടൻ അറുതി വരുത്തുമെന്നാണ് പൊതുമരാമത്ത് മന്ത്രിയുടെ ഉറപ്പ്. യൂണിവേഴ്സിറ്റി കോളേജ് ഭാഗം 1ഉം 2ഉം സോണായും അയ്യങ്കാളി ഹാളിന്റെ ഭാഗം സോൺ 3, 4 എന്നിവയായും വികസിപ്പിക്കാനാണ് പദ്ധതി. കോബിൾ സ്റ്റോൺ അതിപ്പോ നിങ്ങൾ അവിടെ കണ്ടു, അത് ആന്റി സ്കിഡ് ടൈൽസ് ആളുകൾക്ക് സ്ഥാപിക്കാൻ പറ്റുന്ന നിലയിലാണ്. ഈ ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റർ ബോക്സ്, EV ചാർജിംഗ് ഏരിയ, സ്മാർട്ട് പാക്ക്ലേറ്റ്, അതുപോലെ തന്നെ സ്മാർട്ട് വെൻഡിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനുള്ള 4 സ്ഥലങ്ങൾ. മാനവീയ വീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് പോസ്റ്റ് ടോപ്പ് ലാംപ്സ്, അതുപോലെയുള്ള ലാംപ്സ്. 12 സ്മാർട്ട് റോഡുകളിൽ മാനവീയവും കലാഭവൻ മണി റോഡും നേരത്തെ ഗതാഗത യോഗ്യമാക്കി. മറ്റ് 10 റോഡുകൾ മാർച്ച് മാസം 31 മുൻപ് ഗതാഗത യോഗ്യമാക്കാനാണ് തീരുമാനിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. മത്സ്യസമ്പദ് വർധനവിലൂടെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കടലിൽ കൃത്രിമ പാരുകൾ നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി പർഷോത്തം രൂപാല വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. വിഴിഞ്ഞം ഹാർബറിലെ നോർത്ത് വാർഫിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൃത്രിമ പാരുകൾ നിക്ഷേപിക്കുന്ന പ്രവൃത്തികൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സാഹചര്യവും ഉപജീവന മാർഗവും മെച്ചപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. പ്രധാനമന്ത്രി മത്സ്യസമ്പാദന യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃത്രിമ പാരുകൾ സ്ഥാപിക്കുന്നതിലൂടെ കേരളത്തിന്റെ സുസ്ഥിര മത്സ്യബന്ധന വികസനവും ഉപജീവന മാർഗവും പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. 13.02 കോടി രൂപയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിനിയോഗിക്കുന്നത്. പദ്ധതിയുടെ 60% തുകയായ 7.812 കോടി രൂപ കേന്ദ്രവിഹിതവും 40% തുകയായ 5.208 കോടി രൂപ സംസ്ഥാന വിഹിതവുമാണ്. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സാങ്കേതിക സഹായത്തോടെ കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷനാണ് പദ്ധതി നിർവഹണത്തിന്റെ ചുമതല. ഇൻസ്പെക്ഷൻ വെസലിൽ കടലിൽ കൃത്രിമ പാരുകൾ നിക്ഷേപിക്കുന്ന സ്ഥലം മന്ത്രി സജി ചെറിയാൻ സന്ദർശിച്ചു. 13.02 കോടി രൂപയുടെ അംഗീകാരം ഇതിനായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന് നൽകിയിട്ടുണ്ട്. ഈ 13.02 കോടി 60% തുകയായ 7.812 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റും 40% തുകയായ 5.208 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റും ചേർന്നാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂർ മുതൽ വർക്കല വരെയുള്ള 42 മത്സ്യഗ്രാമങ്ങളിലായി 6300 കൃത്രിമ പാരുകളാണ് നിക്ഷേപിക്കുന്നത്. മോഡ്യൂളുകൾ നശിച്ചു പോകാതിരിക്കാൻ GPS സഹായത്തോടെ സ്ഥാനനിർണ്ണയം നടത്തി മത്സ്യത്തൊഴിലാളികളുടെ സാന്നിധ്യത്തിൽ 12 മുതൽ 15 വരെ പാദം ആഴത്തിലാണ് കടലിന്റെ അടിത്തട്ടിൽ ഇവ നിക്ഷേപിക്കുന്നത്. പാരുകൾ കടലിന്റെ അടിത്തട്ടിൽ കൃത്രിമ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ച് മത്സ്യപ്രജനനത്തിനും അവയുടെ സുസ്ഥിരമായ നിലനിൽപ്പിനും അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നു. ഷീലാവ്, അയല, കൊഴിയാള, പാര, കലവ, കൊഞ്ച്, ഈൽ, വിവിധയിനം അലങ്കാര മത്സ്യങ്ങൾ എന്നിവയുടെ ആവാസ വ്യവസ്ഥ രൂപപ്പെടുന്നതിലൂടെ മത്സ്യത്തൊഴിലാളികൾക്ക് ചാകര പ്രദേശമായി ഇവിടം മാറുമെന്നും പഠനങ്ങൾ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പോലീസിനെ വെല്ലുവിളിച്ച കൊട്ടേഷൻ ഗുണ്ടാ സംഘ തലവന്മാരുടെ ഒത്തുചേരൽ. കൊലക്കേസ് പ്രതിയുടെ ജന്മദിനാഘോഷത്തിനായാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ സംഘം ഒത്തുചേർന്നത്. പരിപാടിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടുകൂടിയാണ് സംഭവം പോലീസ് അറിയുന്നത്. നടന്നത് കൊട്ടേഷൻ ആസൂത്രണ രോഗമായിരുന്നു എന്ന അന്വേഷണത്തിലാണ് പോലീസ്. ഹരിപ്പാട് കൊലക്കേസ് പ്രതി, കനകക്കുന്നിലെ കാപ്പ കേസ് പ്രതി, കായംകുളത്തെ പിടികിട്ടാപ്പുള്ളി, പെരുമ്പാവൂരിലെ ഗുണ്ടാത്തലവൻ അനസിന്റെ കൂട്ടാളികൾ, ഇങ്ങനെ വിവിധ ജില്ലകളിലെ കൊട്ടേഷൻ ഗുണ്ടാസംഘ തലവന്മാരുടെ സമ്മേളനമാണ് ചേർത്തലയിൽ നടന്നത്. കൊലക്കേസ് പ്രതി രാഖിലിന്റെ ജന്മദിന ആഘോഷത്തിനാണ് സംഘം ഒത്തുചേർന്നത്. ഇവരുടെ പരിപാടി സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായപ്പോഴാണ് പ്രതികൾ സംഘടിച്ച വിവരം പോലീസ് അറിയുന്നത്. ചേർത്തലയിലെ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട ഷാനിന്റെ വീട്ടിലാണ് ഞായറാഴ്ച സംഘം സമ്മേളിച്ചത്. ജന്മദിനാഘോഷത്തിന്റെ മറവിൽ കൊട്ടേഷൻ സംഘം നേതാക്കൾ യോഗം ചേർന്നതിൽ പോലീസിന് ആശങ്കയുണ്ട്. കാപ്പ കേസിൽ ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കാൻ വിലക്കുള്ള കൊലക്കേസ് പ്രതി ഷാറോൺ, കായംകുളത്തെ കൊട്ടേഷൻ സംഘത്തിലെ അരുൺ, ശ്യാം എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തത് അമ്പരപ്പോടെയാണ് പോലീസ് കാണുന്നത്.
പിടികിട്ടാപ്പുള്ളികളടക്കം പോലീസിന്റെ മൂക്കിനു തുമ്പിൽ സംഘടിച്ചിട്ടും അറിഞ്ഞില്ല എന്നത് രഹസ്യാന്വേഷണ വിഭാഗത്തിനടക്കം നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. ചേർത്തലയിൽ നടന്നത് കൊട്ടേഷൻ ആസൂത്രണ യോഗമായിരുന്നോ എന്നും പോലീസ് സംശയിക്കുന്നു. ഇവർ എന്തിനാണ് സംഘടിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം ഊർജിതമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. കൊട്ടാരക്കര ഒയൂർ ഓട്ടുമലയിൽ 6 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. 10 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നത് അവസാന ഘട്ടത്തിലാണ്. നവംബർ 27 വൈകിട്ടാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം നടന്നത്. കേരളത്തെ നടുക്കിയ സംഭവം നടന്ന് 50 ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. കേസിൽ പഴുതടച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി 100ഓളം സാക്ഷിമൊഴികളും ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, CCTV ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളും കുറ്റപത്രത്തിന്റെ ഭാഗമായി സമർപ്പിക്കും. കാറിൽ കുട്ടിയുമായി യാത്ര ചെയ്യുന്ന ദൃശ്യവും പത്മകുമാറിന്റെ വീട്ടിൽ 6 വയസ്സുകാരിയെ പാർപ്പിച്ചതിന്റെ ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകളുടെ ഫലം ഇനിയും ലഭിക്കാനുണ്ടെങ്കിലും കുറ്റപത്രം 10 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് DYSP MM ജോസ് അറിയിച്ചു. ഒന്നാം പ്രതി KR പത്മകുമാർ പൂജപ്പുര സെൻട്രൽ ജയിലിലും ഭാര്യ MR അനിതകുമാരി, മകൾ P അനുപമ എന്നിവർ അട്ടക്കുളങ്ങര വനിതാ ജയിലിലുമാണ് കഴിയുന്നത്. ജീവപര്യന്തം ശിക്ഷ ലഭിക്കത്തക്ക വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, ബാലികയെ തട്ടിക്കൊണ്ടുപോകൽ എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രതികൾ നിരവധി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടിരുന്നതായും CCTV ക്യാമറകൾ അധികം സ്ഥാപിച്ചിട്ടില്ലാത്ത വഴികൾ കൃത്യത്തിനായി തെരഞ്ഞെടുത്തതിനാൽ പിടിക്കപ്പെടില്ല എന്ന ആത്മവിശ്വാസം ഇവർക്കുണ്ടായിരുന്നുവെന്നും കുറ്റപത്രത്തിലുണ്ടാകും. കാറിന് വ്യാജ നമ്പർ പ്ലേറ്റുകൾ സ്ഥാപിക്കാൻ കാന്തം ഘടിപ്പിച്ചതും ഒടുവിൽ നമ്പർ പ്ലേറ്റുകൾ കഷ്ണങ്ങളായി മുറിച്ച് തെളിവ് നശിപ്പിച്ച് കാട്ടിൽ ഉപേക്ഷിച്ചതും കുറ്റപത്രത്തിൽ വിശദീകരിക്കും. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം മോചനദ്രവ്യം ആവശ്യപ്പെടാൻ മറ്റൊരാളുടെ ഫോൺ ഉപയോഗിച്ചതും സ്കൂൾ ബാഗും പുസ്തകങ്ങളും കത്തിച്ചു കളഞ്ഞതുമടക്കമുള്ള വിവരങ്ങളും കുറ്റപത്രത്തിലുണ്ടാകുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. പത്മകുമാറിന്റെ വീടും ഫാമും പണയപ്പെടുത്തി കോടികൾ വായ്പ വാങ്ങിയതും വിവിധ ലോൺ ആപ്പുകളിലൂടെ പണം വാങ്ങിയതും ഉൾപ്പെടെ പ്രതികളുടെ കുറ്റസമ്മത മൊഴികളും കേസിൽ നിർണായകമാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. ഇനി കായിക വാർത്തകളിലേക്ക് കടക്കാം. 2 സൂപ്പർ ഓവറുകളുടെ ആവേശം നിറഞ്ഞ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യക്ക് ജയം. ആദ്യ സൂപ്പർ ഓവറിൽ ഇരു ടീമുകളും 16 റൺസ് വീതമെടുത്തതോടെയാണ് മത്സരം 2ാം സൂപ്പർ ഓവറിലേക്ക് കടന്നത്. 2ാം സൂപ്പർ ഓവറിൽ ആദ്യ ബാറ്റ് ചെയ്ത ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 11 റൺസ് എടുത്തു. അഫ്ഗാന്റെ മറുപടി 2 വിക്കറ്റ് നഷ്ടത്തിൽ 1 റൺസിൽ ഒതുങ്ങിയതോടെ ഇന്ത്യ വിജയം കണ്ടു. നേരത്തെ ആദ്യ 2 മത്സരങ്ങളും ജയിച്ച ഇന്ത്യ പരമ്പര നേടിയിരുന്നു. ഇതോടുകൂടി പ്രഭാത കേരളം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഈ പരിപാടി